അതെ, അവളൊരു നാടൻ പെണ്ണായിരുന്നു. ചുണ്ടുകളിൽ ചായം തേക്കാത്ത, കണ്ണുകളിൽ മസ്കാര ഇടാത്ത വെറും നാടൻ പെണ്ണ്. എന്നിട്ടും ആരാണ് അവളുടെ ചുണ്ടുകളിൽ ചായം തേക്കുകയും ചുരുണ്ട മുടികളെ നീട്ടുകയും കണ്ണുകൾക്ക് നിറം നൽകുകയും ചെയ്തു? അവളുടെ എഴുത്തുകൾ താനേ വീശുന്ന മാരുതിയായിരുന്നു. എന്നിട്ടും ആരാണ് അവയ്ക്ക് AC-യുടെ തണുപ്പും ഫാനിൻ്റെ കാറ്റും നൽകിയത്? അവളുടെ വരികൾക്ക് മാന്ത്രിക സ്പർശമുണ്ടായിരുന്നു. എന്നിട്ടും എന്തിനാണ് അവൾക്ക് തൂലിക നൽകാതെ മറച്ചു വെച്ചത്? അവളിന്ന് അവളാവാനാവാതെ തേങ്ങിയതെന്തിനാണ്? എന്തിനാണ് അവളെ യന്ത്രം പോൽ നിയന്ത്രിച്ചത്? കണ്ണുകളിൽ സ്വപ്നവും മനസ്സിൽ സംഗീതവും കാലുകളിൽ നൃത്തവുമാവാൻ അവളെന്നും ആഗ്രഹിക്കുന്നില്ലേ? അതെ, അവളൊരു നാടൻ പെണ്ണായിരുന്നു. ചുണ്ടുകളിൽ ചായം തേക്കാത്ത, കണ്ണുകളിൽ മസ്കാര ഇടാത്ത വെറും നാടൻ പെണ്ണ്. എന്നിട്ടും ആരാണ് അവളുടെ ചുണ്ടുകളിൽ ചായം തേക്കുകയും ചുരുണ്ട മുടികളെ നീട്ടുകയും കണ്ണുകൾക്ക് നിറം നൽകുകയും ചെയ്തു? അവളുടെ എഴുത്തുകൾ താനേ വീശുന്ന മാരുതിയായിരുന്നു. എന്നിട്ടും ആരാണ് അവയ്ക്ക് AC-യുടെ തണുപ്പും ഫാനിൻ്റെ കാറ്റും നൽകിയത്? അവളുടെ വരികൾക്ക് മാന്ത്രിക സ്പർശമുണ്ടായിരുന്നു. എന്നിട്ടും എന്തിനാണ് അവൾക്ക് തൂലിക നൽകാതെ മറച്ചു വെച്ചത്? അവളിന്ന് അവളാവാനാവാതെ തേങ്ങിയതെന്തിനാണ്? എന്തിനാണ് അവളെ യന്ത്രം പോൽ നിയന്ത്രിച്ചത്? കണ്ണുകളിൽ സ്വപ്നവും മനസ്സിൽ സംഗീതവും കാലുകളിൽ നൃത്തവുമാവാൻ അവളെന്നും ആഗ്രഹിക്കുന്നില്ലേ?